നെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൻ്റെ കല്യാണ സദ്യയെക്കുറിച്ച് ആയിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞ് കാന്തയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് അതിൻ്റെ സദ്യയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മഹത്വ പ്രത്യക്ഷത 11 തൊട്ട് വെളിപ്പാട് ദിവസം 19-11 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിലെ മഹത്വ പ്രത്യക്ഷതയുടെ ചില കാര്യങ്ങൾ ഉണ്ട്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും. കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ എന്നെ ഫോണിൽ വിളിച്ചിട്ടൊക്കെ പറയുമായിരുന്നു, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത മാത്രമേ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളൂ, അതിനാൽ രഹസ്യവരവിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ രഹസ്യവരവിനെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്ന പൗലോസാണ്. തെസ്സലോനിക്കയിലാണ് നമ്മളത് ഉൾപ്രവണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നാൽ നമുക്ക് ചുരുക്ക സമയമേ ഉള്ളൂ. അന്നേരം ഈ സമയത്തിൽ ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അത് വീണ്ടും നീണ്ട് അടുത്ത എപ്പിസോഡിലേക്ക് പോകുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഈ 11 തൊട്ട് 16 വാക്യങ്ങളിലെ കർത്താവിൻ്റെ 15ഓളം പ്രത്യേകതകൾ പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ചൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. 15ഓളം പ്രത്യേകത. കുതിരപ്പുറത്ത് ഇരിക്കുന്നവൻ, അവൻ്റെ പേര് വിശ്വസ്തനും സത്യവാനും ആണ്. പേര് വിശ്വസ്തനും സത്യവാനുമാണ്. അവൻ നീതിയോട് പോരാടുകയും അതുപോലെ വിധിക്കുകയും ചെയ്യുന്നവനാണ്. നീതിയോട് പോരാടുകയും വിധിക്കുകയും ചെയ്യുക. മനുഷ്യന് വിധി ഈ ലോകത്തിൽ കിട്ടാത്തതുകൊണ്ടാണ് അവൻ നീതിയോടുള്ള വിധി തരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. 4, അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് തുല്യമാണ്. 1-ാം അധ്യായത്തിലും വെളിപ്പാട് 1-ലോ പറഞ്ഞാണ് കണ്ണ് അഗ്നിജ്വാലയ്ക്ക് തുല്യമായിട്ട്. 5-ാമത് തലയിൽ അനേകം രാജമുടികൾ. ദാറ്റ് മീൻസ് പവർ അവനും ഇൻഫിനിറ്റായിട്ടുള്ള പവറാണ് ഉള്ളത്. 6-ാമത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാത്ത നാമം എഴുതിയിട്ടുണ്ട്. 7-14 വാക്യത്തിൽ അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവൻ്റെ പേര് ദൈവവചനം, ദൈവവൻ എന്ന പേര്. 9-ാമത് സ്വർഗത്തിലൊരു സൈന്യം കൂടെയുണ്ട്. അവനോടൊപ്പം വലിയൊരു സൈന്യമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ റെഫറൻസ് എടുത്താൽ തീരാത്ത പോലെ ഉണ്ട്. യേശുക്രിസ്തു പറഞ്ഞാണ്, ഞാൻ ദൈവത്തോട് കൽപ്പിച്ചാൽ ദൈവം സൈന്യത്തെ അയക്കത്തില്ലയോ എന്ന്. വായിൽ നിന്ന് മൂർച്ചയുള്ള വാള്. 10-ാമത് വായിൽ നിന്ന് മൂർച്ചയുള്ള വാള്. പിന്നെ അവന് മേയ്ക്കുവാൻ ഇരുമ്പ് കോല്. അവന് മേയ്ക്കുവാൻ ഇരുമ്പ്. 15-ാം വാക്യത്തിലാണ് മേയ്ക്കുവാൻ ഇരുമ്പ് കോല്. പിന്നെ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു. ക്രോധം, ചക്ക് മെതിക്കുന്നതിന് ക്രോധത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുകയാണ്. വീണ്ടും 13-ാമത് അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്ന നാമം. അത് 16-ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള കർത്താവാണ് മഹത്വ പ്രത്യക്ഷതയിൽ വരുന്നത്. പ്രത്യേക ആഹ്വാനമായി വരുന്നൊരു ദൂതനുണ്ട്. അവൻ വന്നിട്ട് മഹാദൈവത്തിൻ്റെ അത്താഴമൊരുക്കുവാൻ നടത്തുന്ന കാര്യം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു വലിയ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. അവന് വിശ്വസ്തനും സത്യവാനും എന്നുള്ള ഒരു പേര് 1-ാമതുണ്ട്. 2-ാമതൊരു രഹസ്യനാമമുണ്ട്, അത് ആർക്കും അറിഞ്ഞുകൂടാ. 3-ാമത് വെളിപ്പെട്ട ഒരു നാമമാണ് ദൈവവചനം എന്ന് പറയുന്ന നാമം. ദൈവവചനം, ലോഗോസ് എന്ന് പറഞ്ഞൊരു, അത് യോഹന്നാൻ 1:14 പറയുന്നുണ്ട്, അവൻ വചനമാണ് എന്ന്. വചനം ജഡമായി വെളിപ്പെട്ടതായിട്ട് കാണുന്നു. അനേകം രാജമുടികളുണ്ട്. അത് ജയിച്ചവർക്കുള്ള കിരീടമാണ്. അത് ജയിച്ചവർക്കുള്ള കിരീടം സ്റ്റെഫാനോസ് എന്ന് പറഞ്ഞ കിരീടമാണ്. രാജാക്കന്മാർ ധരിക്കുന്ന കിരീടം ഡയഡം എന്ന് പറയുന്ന കിരീടമാണ്. ഇത് അനേകം രാജമുടികൾ, കിരീടം അവനുണ്ട്. ഇത് അവൻ ജയിച്ച് ജയാളിയായി വരുന്ന ഒരു കർത്താവാണ്. പിന്നെ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ടതും വിശ്വസ്തരുമായ തൻ്റെ മക്കളും കൂടെ ഉണ്ട് എന്ന് നമുക്ക് കാണാം. രക്തം തളിക്കപ്പെട്ട വസ്ത്രം, അവൻ്റെ വെണ്മയായ വസ്ത്രമുണ്ട്. പിന്നെ അവന് ഉടുപ്പിന്മേൽ തുടമേലും അവൻ്റെ നാമം എഴുതിയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, അവൻ എന്തിനാണ് വന്നതെന്ന് നമ്മൾ പറഞ്ഞു. അന്നേരം ആദ്യം കല്യാണത്തിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം എന്തിനാണ് വന്നതെന്ന് പറഞ്ഞു. അവൻ വന്ന കാരണം മൃഗത്തെയും കള്ളപ്രവാചനെയും ജീവനോട് തള്ളിക്കളയാനായിട്ടാണ് വന്നത്. എന്തുകൊണ്ടാണ് അവരെ തള്ളിക്കളഞ്ഞത്? എന്തുകൊണ്ടാണ് തള്ളിക്കളഞ്ഞതെന്ന് വെച്ചാൽ, എതിർ ക്രിസ്തു എന്ന മൃഗത്തിന് വേണ്ടി സാത്താൻ അത്ഭുതങ്ങൾ ചെയ്ത് നേട്ടമുണ്ടാക്കി കൊടുത്തു.
അതാണ് ഒന്ന്. രണ്ടാമത് ജനത്തെ മുദ്രയിടിയിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റി മാറ്റി കഴിഞ്ഞു. മൂന്നാമത് ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ചു. വിഗ്രഹത്തെയും മൃഗത്തിൻ്റെ അതിനെയും ആരാധിക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ചു. ഇങ്ങനെയുള്ള കാരണം കൊണ്ടാണ് അവനെ നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മധ്യാകാശത്തിലെ വരവനാണ് സഭയുടെ ഉൾപ്രാവണം എന്ന് പറയുന്നത്. മഹത്വപ്രത്യക്ഷത ക്രിസ്തു രാജാവായി വരുന്നു എന്നുള്ളതാണ്. ഈ ക്രിസ്തു രാജാവായി വരുമ്പോഴേ സഭയും കൂടെ കാണും എന്ന് നമ്മൾ പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിന് 2 ഘട്ടങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ബേത്ലഹേമിൽ ജനിച്ചു. രണ്ടാമത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഇതാണ് ഒരു ഘട്ടം. രണ്ടാമത്തെ ഘട്ടം വീണ്ടും പോയിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി 40 ദിവസം ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കാനായിട്ട് പറഞ്ഞിട്ട് സ്വർഗാരോഹണം ചെയ്തു. ആദ്യം ഒന്ന് വന്നു, രണ്ടാമത് വീണ്ടും വന്നു പറഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം. അന്നേരം പിതാവിൻ്റെ അടുക്കിലേക്ക് ഉയർത്തെഴുന്നേറ്റിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ വീണ്ടും പ്രത്യക്ഷനായി, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ബൈബിൾ ഒരു ചരിത്ര ഗ്രന്ഥം എന്നതിനേക്കാൾ ഉപരിയായിട്ട് 4/3 ഭാഗവും പ്രവചനങ്ങളാൽ പറഞ്ഞിരിക്കുന്നതാണ്. എന്തിനാണ് ഇത് തന്നിരിക്കുന്നത്? ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. 2 പത്രോസ് 1:19 ഇങ്ങനെയാണ് പറയുന്നത്: പ്രവാചക വാക്യവും അധികം സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്തിൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്. അതുകൊണ്ട് ഈ പ്രവചനം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഉദയനക്ഷത്രം, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ നമ്മൾ കരുതിക്കൊള്ളണം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് 1845 പ്രാവശ്യം ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പഴയ നിയമത്തിൽ 1527 പുതിയ നിയമത്തിൽ 318 പ്രാവശ്യവും എഴുതിയിട്ടുണ്ട്. അതിന് ഇത്ര പ്രാധാന്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലോടാണ്. എന്ന് പറഞ്ഞാൽ പിശാചിനെ എന്നേക്കുമായി ബന്ധിച്ച് കഴിയുമ്പോഴാണ് കർത്താവിനെ ഉദ്ദേശിച്ച രീതിയിൽ അവൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പറ്റുന്നത്. ആദിയിലെ പാരഡൈസിലെ ഏദനിലെ ദൈവം സ്ഥാപിച്ച ആ രാജ്യം, അത് പിശാച് വന്ന് കലുഷിതമാക്കി അത് നശിപ്പിച്ച് കളഞ്ഞതിന് പകരമായി പൂർണ്ണതയിൽ ദൈവത്തിന് നടത്താൻ പറ്റുന്നത് ഈ പറഞ്ഞ 1000 ആണ്ട് വാഴ്ചയും അതിനുശേഷമുള്ള പുതിയ യെരുശലേമിലുമാണ്. ഒന്നാം വരവും കർത്താവിൻ്റെ ഒന്നാം വരവും രണ്ടാം വരവും തമ്മിൽ ചില സമത്വങ്ങളുണ്ട്. അതിനകത്ത് 7 കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് അത് ഉദ്ദേശിക്കുന്നു. ഒന്ന്, ആദ്യത്തെ കാര്യം, കാലസമ്പൂർണതയിൽ കർത്താവ് വന്നു എന്നാണ് പറയുന്നത്. ലോകം ഒരുക്കപ്പെട്ടിരുന്നതായിട്ട് കാണുന്നു. കാലസമ്പൂർണതയിൽ ക്രിസ്തു വന്നു. എന്നാൽ ഇവിടെ രണ്ടാം വരവ് റോമൻ ഭരണത്തിൻ്റെ തികവിൽ അവയെ തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ സമയത്തെ ആദ്യത്തെ വരവിൻ്റെ സമയത്തെ ഗ്രീക്ക് ഭാഷ പ്രധാനമായിട്ടൊരു പ്രാതിനിധ്യം വഹിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നു ചരിത്രം പഠിക്കുമ്പോഴേ. ഇപ്പോഴുള്ളത് രണ്ടാമത്തെ വരവ് ഇംഗ്ലീഷ് ഭാഷയുടെ സ്വാധീനം സകല രാജ്യങ്ങളെയും ജനങ്ങളെയും ഒരുമിപ്പിക്കുന്നതായിട്ട് കാണുന്നു. മൂന്നാമത്തെ കാര്യം, ഒന്നാം വരവിലെ റോമൻ ഭരണകൂടം കഠിനമേറിയ നിയമങ്ങളെ കൊണ്ടുവന്ന് ജനങ്ങളെ കീഴടക്കി ഭരിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ മനുഷ്യാരാധനയ്ക്കും വിഗ്രഹാരാധനയ്ക്കും പ്രാതിനിധ്യം ഇപ്പോഴും വന്നിട്ടുണ്ട്. അന്ത്യനാളിലും അതുപോലെ തന്നെ സംഭവിക്കും. അന്നും അതുപോലെ എംബ്രസിനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു, വിഗ്രഹങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. ആ സമയത്ത് നാലാമത്തെ കാര്യം, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് താത്വിക ജ്ഞാനം വളരെ പ്രാധാന്യമായിരുന്നു. നമുക്ക് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലെ യഹൂദന്മാരും യവനന്മാരും ഒക്കെ അവരെ ജ്ഞാനം അന്വേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഭാഗം നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഇപ്പോഴും രണ്ടാമത്തെ വരവിൽ ലോകത്തിൻ്റെ ജ്ഞാനം അത്യുന്നതിയിലെത്തി എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മനുഷ്യനെ ലാസ്റ്റായിട്ട് ചന്ദ്രനിൽ പോയി, ഇപ്പം ഇനിയും മാഴ്സിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു.
അങ്ങനെ സൂര്യനിലേക്ക് സാറ്റലൈറ്റിനെ വിടാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ ജ്ഞാനം ഒരുപാട് കൂടിയിരിക്കുന്നു എന്ന് കാണുന്നു. അഞ്ചാമത്തെ കാര്യം, കപടഭക്തിയാൽ നിറയപ്പെട്ട് യഹൂദജാതി ഉണ്ടായിരുന്നു അന്ന്. രണ്ടാമത്തെ വരവെങ്കിലെ ക്രിസ്തീയ ഗോളത്തിലും കപടഭക്തി ധാരാളമായി വർദ്ധിച്ചിരിക്കുന്നില്ലേ? നമ്മൾ ശ്രദ്ധിച്ചില്ലേ? നോമിനൽ ക്രിസ്ത്യൻസ് കണ്ടമാനം കൂടി ട്രഡീഷൻസിൻ്റെ പുറകിലും അതുപോലെ വിഗ്രഹത്തിൻ്റെ പുറകിലും എല്ലാം പോയി കപടഭക്തി കണ്ടമാനം നിറഞ്ഞിരിക്കുന്നു. അന്ന് യഹൂദന്മാർ കപടഭക്തിക്കാരായിരുന്നത് പോലെ. ആറാമത്തെ കാര്യം, ആകാശത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും അന്ന് കണ്ടിരുന്നു, എന്നാൽ ഇപ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുവാനായിട്ട് തുടങ്ങി എന്ന് മനസ്സിലാക്കുക. ഈ ഏഴാമത്തെ കാര്യം, ആദ്യ വരവിലെ മെസ്സിയ ജനത്തിനായിട്ട് കൂട്ടം കാത്തിരുന്നത് പോലെ ഇന്ന് കാന്ത സഭ രണ്ടാമത്തെ വരവിനായിട്ട് നോക്കി പാർത്തിരിക്കുന്നു. 7 കാര്യങ്ങൾ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും കോമൺ ആയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ആവശ്യത്തെക്കുറിച്ചും 10 കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ആവശ്യം. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്ത നിവർത്തീകരണമാണ്. യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും എന്നുള്ള. രണ്ടാമത്, മണവാട്ടിയെ സഭയെ ചേർക്കാനായിട്ട് വരും. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങളെ കൂട്ടി നിങ്ങളെ ചേർത്ത് എൻ്റെ കൂടെ ഇരുത്തും എന്നുള്ള ആ പ്രോമിസ്. മൂന്നാമത്, ദൈവീയ മക്കളുടെ ഭൂമിയുടെയും ആക്ഷരിക വീണ്ടെടുപ്പിനായി. ഇതിൽ ശാപം നിറഞ്ഞ ഭൂമിയാണ്. ഈ ലോകത്തിലെ ശാപം ഈ പിശാച് കൊണ്ടുവന്ന് ശാപഗ്രസ്തമായ ഭൂമി, ആ ഭൂമിയെ വീണ്ടെടുക്കുവാനായിട്ട്, ആക്ഷരികമായ വീണ്ടെടുപ്പിനായിട്ട്. നാലാമത്, ലോകത്തെ ന്യായം വിധിക്കാനായി. അതിക്രമവും അന്ധകാരവും പാപവും ലോകത്തെ മൂടിയിരിക്കുമ്പോൾ ആ ദൈവത്തിലേക്ക് തിരിയാതെ മനുഷ്യൻ സ്വസ്നേഹികളായി വമ്പ് പറയുന്നവരായി അതിക്രമത്തിൽ ജീവിക്കുന്നുണ്ട്, അവരെ ന്യായം വിധിക്കുവാനായി. അഞ്ചാമത്തെ കാര്യം, മരണം എന്ന് പറയുന്ന, മനുഷ്യനെ മരണം ഗ്രഹിച്ചിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും മരിക്കുന്നുണ്ടല്ലോ. അത് ഈ മരണം എന്ന ശത്രുവിനെ എന്നേക്കും നീക്കുവാനായി. മരണം കൊണ്ടുവന്നത്, എറ്റേണൽ ഡെത്ത് കൊണ്ടുവന്നത് പിശാചാണ്. അതിനെ എന്നേക്കുമായി മാറ്റുവാനായി. ആറാമതായി, എതിർ ക്രിസ്തുവിനെയും സാത്താനെയും നരകത്തിൽ തള്ളിയിടുവാനായി. കർത്താവിൻ്റെ രണ്ടാമത്തെ മഹത്വപ്രതീക്ഷയിലാണ് നടക്കുന്നത്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഏഴാമതായി, സൽഭരണം കാഴ്ചവെക്കുവാൻ. നീതിയുള്ളൊരു ഭരണം ലോകത്തിലുണ്ടായിട്ടില്ല, ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇനിയും കർത്താവ് വരുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എട്ടാമതായിട്ട്, രാജാതി രാജാവായി കർത്താതി കർത്താവായി ഭരിക്കുവാൻ. നേരത്തെ നമ്മൾ വായിച്ച വാക്യമാണ്, അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായി ഇരിക്കുന്നു എന്ന് അവൻ്റെ തുടമേൽ എഴുതിയിരിക്കുന്ന കാര്യം വായിച്ചതാണ്. ഒമ്പതാമതായി, സകല ദുഷ്ടന്മാരെയും ഈ ലോകത്തിൽ നിന്ന് നീക്കുവാൻ. ദുഷ്ടത പ്രവർത്തിക്കുന്നവരെയും ദുഷ്ടന്മാരെയും നീക്കുക എന്നുള്ളത്. പത്താമതായി, ഭൂമിയിൽ സമാധാനം വീണ്ടെടുക്കുവാൻ. സമാധാനമില്ല, എല്ലാ രീതിയിലും സമാധാനം എന്ന് പറയുമ്പോൾ സമാധാനം ശരിക്കില്ല. ഈ 10 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് തൻ്റെ മഹത്വപ്രത്യക്ഷതയിൽ വരുന്നത്. അതിനു മുമ്പാണല്ലോ രഹസ്യപ്രത്യക്ഷ നടക്കുന്നത്. അപ്പോഴേ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കും. ഞാൻ അന്നേരം ഇതിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ പല എപ്പിസോഡിൽ കൂടി പറഞ്ഞതെല്ലാം നിങ്ങൾ ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഴയ നിയമത്തിൽ നിന്ന് മോശയുടെ പുസ്തകം തൊട്ട് എടുത്തു കഴിഞ്ഞാൽ ദാനിയേൽ, ഹോശേയ, യോവേൽ, ആമോസ്, ഒബദ്യാവ്, യെശയ്യാവ്, യിരെമ്യാവ്, എല്ലാത്തിലും മീഖ, സെക്കരിയാവ്, മലാക്കി, ഇതിലെല്ലാം തന്നെ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചുണ്ട്. പുതിയ നിയമത്തിലും മിക്കവാറും എല്ലാ ഈ ഗോസ്പെൽസിലും അതുപോലെ പൗലോസ് എഴുതിയ എപ്പിസൽസിലും എല്ലാം തന്നെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ എല്ലായിടവും ഉണ്ട്. ഇത്രയും തെളിവായിട്ട് അത് എഴുതി നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടും പലർക്കും ഇന്നും അതിനകത്തൊരു വിശ്വാസമില്ല. പലരും പറയുന്ന ഈ ലോകത്തിലുള്ള ജീവിതമേ ഉള്ളൂ, അതിനപ്പുറമായിട്ടൊന്നുമില്ല. ഈ ലോകത്തിൽ അങ്ങ് നന്നായിട്ട് ജീവിച്ചാൽ മതി, സ്വർഗവും ഭൂമിയും നരകമൊക്കെ ഈ ഭൂമിയിലാണ്. ഇങ്ങനെയൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന അനേകം ആളുകളുണ്ട്. ഇത്രയും എഴുതി കിട്ടി, ഇത്രയും തെളിവുകൾ. നമ്മളിപ്പം ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം, ഒന്നുകിൽ ഈ പറഞ്ഞതൊക്കെ കള്ളത്തരമാണ്, അല്ലെങ്കിൽ എഴുതിയൊക്കെ കള്ളത്തരമാണ് എന്നൊന്ന് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ യേശുവിനെക്കുറിച്ച് എന്തോ പറയണം. യേശു കള്ളനാന്ന് ആരും പറയത്തില്ലല്ലോ, ലോകത്തിൽ ആരും പറയത്തില്ല. അല്ലെങ്കിൽ യേശുവിന് ഹാലൂസിനേറ്ററി ആയിട്ട് വന്നതാണെന്ന് ചിന്തിക്കണം.
അങ്ങനെയൊന്നും ആരും പറയത്തില്ല, ഒരു കുഞ്ഞുങ്ങളും പറയത്തില്ല. അങ്ങനെ പറയാത്തിടത്തോളം കാലം കർത്താവ് പറഞ്ഞതെല്ലാം വിശ്വസിപ്പാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് വരിക തന്നെ ചെയ്യും. ലോകം മുഴുവൻ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ വലിയ മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് ചിന്തിക്കുന്നു. കർത്താവിൻ്റെ രഹസ്യപ്രത്യക്ഷതയും അതുപോലെ മഹത്വ പ്രത്യക്ഷതയും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനിയും നമ്മൾ ചിന്തിക്കാനായിട്ട് മുമ്പോട്ടുള്ളത് കർത്താവ് തരുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചും അന്ത്യന്യായവിധിയെക്കുറിച്ചുമാണ്. ഇനിയുള്ളത് നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം അതാണ്. അന്ത്യന്യായവിധി, 3 ന്യായാസനങ്ങളിലിരുന്ന് ന്യായം വിധിക്കുന്ന കർത്താവ്, അതിനുശേഷം യഹൂദന്മാരെ മുഴുവൻ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന കർത്താവ്, അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച, 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേമും, അവിടെ നിത്യത ആരംഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് സംസാരിക്കാനായിട്ടുള്ളത്. നിങ്ങൾ തുടർമാനമായിട്ട് ഇത് കേൾക്കണം. ഇത് വലിയ 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 നന്മകൾ നമ്മൾക്ക് തരും, വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് തരും. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോസസ്സാണല്ലോ. അതുകൊണ്ട് ഇത് കേൾക്കണം. ആരെങ്കിലും ഇത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉള്ളത് എടുത്ത് നിങ്ങൾ കേൾക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ദിവസവും ഇത് രാത്രി 9:30 തന്നെ ഇത് വിടുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ, നിങ്ങളുടെ ഡിവൈസിൽ ഇത് കിട്ടും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, കർത്താവ് വീണ്ടും വരും എന്ന് ഉള്ള ഉറപ്പും ധൈര്യവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സ്, ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണം, അവനെ പിടിച്ച് തീപ്പൊയ്കയിൽ തള്ളിയിടുന്നതും ഒക്കെ ഞങ്ങൾ ചിന്തിച്ചല്ലോ. മണവാളിനും മണവാട്ടിയും കല്യാണ സദ്യയ്ക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതും എല്ലാം ഞങ്ങൾ ചിന്തിച്ചു. കർത്താവേ, ഈ ദിവസങ്ങളിലെ നീ ഞങ്ങൾക്ക് പ്രതിഫലങ്ങൾ തരുന്നതിനെക്കുറിച്ചും അതിൽ ഞങ്ങൾക്ക് ഉറപ്പ് നിർണയമുള്ളവരായിരിക്കാനായിട്ടും കർത്താവേ, ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വരത്തില്ലെങ്കിൽ കർത്താവെ, ഒരു പേഴ്സണലായിട്ടൊരു തീരുമാനമെടുത്ത് ദൈവിക സന്നിധിയിൽ തന്നെ വിനയപ്പെടുത്തുന്നവരായിരിക്കാനായിട്ട് ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ നിരാശയിൽ കൂടിയും പ്രയാസങ്ങൾ കൂടിയും കടന്നു പോകുന്നവരെ അവരെ പ്രത്യേകം ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ വിടുതൽ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ബോൺസിനൊക്കെ ഫ്രാക്ചറായി ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന ചില വ്യക്തികളെ ഓർത്ത് എന്ന് പ്രാർത്ഥിക്കുന്നു. ബാൻഡേജും അതുപോലെ എല്ലാം മെഡിക്കൽ സയൻസ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഉദ്ദേശിച്ചതിലും മുമ്പേ തന്നെ ഈ ബാൻഡേജുകളൊക്കെ അഴിക്കുവാനായിട്ട് ദൈവം കൃപ തരും. അടുത്ത എക്സ്റേയിൽ അത് ഉണ്ടായെന്ന് പോലും അറിയാത്ത രീതിയിൽ ദൈവം വലിയൊരു ക്രിയേറ്റീവ് മിറക്കിളെ ഇന്ന് തരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. കർത്താവെ, അവിടെ ജീവിതങ്ങളിലേക്ക് തൊടണമേ, സഹായിക്കണമേ. ആക്സിഡൻറ്റുകളൊക്കെ വരുന്നത് കർത്താവെ പല രീതിയിൽ തന്നെ കാരണങ്ങളുണ്ട്. പിശാച് പലപ്പോഴും സ്ക്യൂസ് ചെയ്യുന്നതിൻ്റെ അനുഭവങ്ങളും ഉണ്ടല്ലോ കർത്താവെ. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, ഈ ദിവസങ്ങളിൽ വലിയൊരു റിലീസ് അവരുടെ ജീവിതങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രോസ്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചിലരെ ദൈവം ഇന്ന് രാത്രികാലം വിടുവിക്കുന്നു. ആ പ്രോസ്ട്രേറ്റുള്ള പ്രയാസങ്ങളൊക്കെ നീ മാറ്റിക്കളയണമേ, അത് ബൾജ് ചെയ്ത് വരുന്നതൊക്കെ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവമേ, നിൻ്റെ കരുണ അവരുടെ മേലിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾക്കൊരു എന്തെങ്കിലുമൊക്കെ മിറക്കിൾസ് നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ ഒരു SMS തരികയോ അല്ലെങ്കിൽ എഴുതി അറിയിക്കുകയോ ചെയ്താൽ ഞങ്ങൾക്ക് സ്തോത്രത്തിന് വേണ്ടി കാരണമായി തീരും. പ്രെയർ റിക്വസ്റ്റ് നിങ്ങൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.